ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2025 ഡിസംബർ 23. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ പുതുക്കിയ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകളും മരണപ്പെട്ടവരുടെ പേരുകളും ഒഴിവാക്കിയുള്ള SIR നടപടിക്കു ശേഷമാണ് പട്ടിക പുറത്തിറങ്ങുന്നത്. കൂടാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള വിപുലമായ പ്രചാരണം ആരംഭിക്കുന്നു. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കും നിലവിലുള്ള വോട്ടർമാർക്കും 2026 ജനുവരി 22 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സ്കൂളുകൾ ഇന്ന് അടയ്ക്കും. ക്രിസ്മസ് അവധി തുടങ്ങുന്നു. ക്രിസ്മസ് അവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് അടയ്ക്കും. 10 ദിവസത്തെ അവധിക്ക് ശേഷം ജനുവരി 5-നാണ് സ്കൂളുകൾ വീണ്ടും തുറക്കുന്നത്. വാളയാർ ആൾക്കൂട്ടക്കൊല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായി മരിച്ച ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ ബാഗേലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലക്കേറ്റ മാരകമായ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മൃതദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചരിത്ര നേട്ടം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരം. രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി എറണാകുളം ജനറൽ ആശുപത്രി ചരിത്രം കുറിച്ചു. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിത്. മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ സാധാരണ സർക്കാർ ആശുപത്രികളിലും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ നേട്ടം. ആക്രി സാധനങ്ങൾ നേരിട്ട് വിൽക്കാൻ സർക്കാർ വകുപ്പുകൾക്ക് അനുമതി. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായ ആക്രി സാധനങ്ങൾ അംഗീകൃത ഏജൻസികൾക്ക് നേരിട്ട് വിൽക്കാൻ അനുമതി നൽകി സർക്കാർ പുതിയ മാർഗരേഖ പുറത്തിറക്കി. ഓഫീസുകളിലെ സ്ഥലപരിമിതി ഒഴിവാക്കാനും സുതാര്യമായി അധിക വരുമാനം കണ്ടെത്താനും ഈ തീരുമാനം സഹായിക്കും. മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഈ നീക്കം. കേരളത്തിൽ സൈബർ തട്ടിപ്പ് രൂക്ഷം. പ്രതിദിന നഷ്ടം 2 കോടി കടന്നു. കേരളത്തിൽ സൈബർ തട്ടിപ്പുകളിലൂടെ ജനങ്ങൾക്ക് ഓരോ ദിവസവും ശരാശരി 2 കോടി രൂപയിലേറെ നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ട്. വ്യാജ നിക്ഷേപ പദ്ധതികൾ, ഫിഷിംഗ് തുടങ്ങിയവയിലൂടെയാണ് കൂടുതൽ പേരും ചതിക്കപ്പെടുന്നത്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഡിജിറ്റൽ പരിശോധനകളും ബോധവൽക്കരണ പരിപാടികളും കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. UDF മുന്നണി വിപുലീകരിക്കുന്നു. പുതിയ കക്ഷികളെ ഉൾപ്പെടുത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാൻ UDF നീക്കം തുടങ്ങി. പുതിയ അനുബന്ധ കക്ഷികളെ ഉൾപ്പെടുത്തി അടിത്തറ ശക്തമാക്കാനാണ് തീരുമാനം. PV അൻവർ, CK ജാനു എന്നിവരെ അസോസിയേറ്റ് അംഗങ്ങളായി സ്വീകരിക്കാൻ തീരുമാനമായി. കേരള കാമരാജ് കോൺഗ്രസും മുന്നണിയുമായി സഹകരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മതേതര ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ലക്ഷ്യമെന്ന് മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. ക്രിസ്മസ് തിരക്ക്. കേരളത്തിലേക്ക് കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ. ക്രിസ്മസ് പുതുവത്സര തിരക്ക് പരിഗണിച്ച് കേരളത്തിലേക്ക് കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ പ്രഖ്യാപിച്ചു. ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ, കൊല്ലം റൂട്ടുകളിലും അധിക സർവീസുകൾ ഏർപ്പെടുത്തിയത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. കേരള കാർഷിക ജൈവ വൈവിധ്യ കോൺഗ്രസിന് വെള്ളായണിയിൽ തുടക്കം. തദ്ദേശീയവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യജാലങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കേരള കാർഷിക ജൈവ വൈവിധ്യ കോൺഗ്രസിന് തിരുവനന്തപുരം വെള്ളായണിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ശാസ്ത്രജ്ഞരും കർഷകരും ഗവേഷകരും പങ്കെടുക്കുന്നുണ്ട്. സുസ്ഥിര കൃഷിരീതികൾ, വിത്ത് സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാവുന്ന കൃഷി തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത്. മലപ്പുറത്ത് ശ്രദ്ധേയമായി 30 അടി ഉയരമുള്ള ലൈവ് ക്രിസ്മസ് മരം.
പരിസ്ഥിതി സൗഹൃദ ആഘോഷങ്ങൾക്ക് മാതൃകയായി മലപ്പുറത്ത് 2800ഓളം ചെടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച 30 അടി ഉയരമുള്ള ക്രിസ്മസ് മരം ശ്രദ്ധയാകർഷിക്കുന്നു. ആഘോഷങ്ങൾക്ക് ശേഷം ഈ ചെടികൾ നശിപ്പിച്ചു കളയാതെ മണ്ണിൽ നട്ടുപിടിപ്പിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. വാർത്ത തുടരും. സൈനിങ് ഓഫ്.